കബൂൽ ചെയ്യുമാറാകട്ടെ. പരിശുദ്ധമായ റമദാൻ 1 മുതൽ ഇന്ന് വരെ നാം ചെയ്ത മുഴുവൻ സൽക്രമങ്ങളും അവൻ സ്വീകരിക്കുന്ന കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ നാസ്, ഫലക്, അതുപോലെ സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ മസദ്, സൂറത്തുൽ നസ്ർ, സൂറത്തുൽ കാഫിറൂൻ, അതുപോലെ തന്നെ സൂറത്തുൽ കൗസർ, സൂറത്തുൽ മാഊൻ, സൂറത്തുൽ ഖുറൈശ്. ഇത്രയും സൂറത്തുകളാണ് നമ്മൾ ചർച്ച ചെയ്തത്. നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ള സൂറത്തുൽ ഫീലാണ്. സൂറത്തുൽ ഫീൽ എന്നതിൻ്റെ തജ്വീദ് പ്രകാരമുള്ള വകുപ്പും അത് ഇറങ്ങാനുണ്ടായിരുന്ന സാഹചര്യവും അതിൻ്റെ അർത്ഥവുമാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനും പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول. ألم تر كيف فعل ربك بأصحاب الفيل. ترى എന്ന റാഹും വളരെ സൂക്ഷിച്ച് പാരായണം ചെയ്യേണ്ട, വളരെ സൂക്ഷിച്ച് ഉച്ചരിക്കേണ്ട രണ്ട് അക്ഷരങ്ങളാണ്. അലം തറ കൈഫ ഫഅല റബ്ബുക. റബ്ബുക എന്നതിൻ്റെ വാഇന്റെ മുകളിൽ ശ്രദ്ധയുണ്ടായതുകൊണ്ട് കുറച്ച് കനം കൂട്ടി രണ്ടക്ഷരമായി ഉച്ചരിക്കേണ്ടതുകൊണ്ടും റബ്ബുക എന്ന് തന്നെ പറയാൻ നാം ശ്രദ്ധിക്കണം. ബി അസ്ഹാബിൽ ഫീൽ, ബാഇന്റെ ശേഷം അലിഫ് ലാം, അതും ബി അസ്ഹാബിൽ ഫീൽ എന്ന് തന്നെ ഉച്ചരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പം എല്ലാവരും ഒന്നുകൂടി നോക്കൂ. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. ألم تر كيف فعل ربك بأصحاب الفيل. അപ്പോൾ ഒന്നാമത്തെ ആയത്ത് അങ്ങനെയാണ്. അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ. കൈദഹും ഫീ എന്ന സ്ഥലത്ത് സുകൂനായ മീമിന്റെ ശേഷം ഫാ എന്ന അക്ഷരം വരികയാണെങ്കിൽ മീമ് അവ്യക്തമാവാൻ പാടില്ല. ഇദ്ഹാർ വളരെ വ്യക്തമായി ചെയ്ത് ഉച്ചരിക്കണം എന്നാണ്. അപ്പം അവിടെ വളരെ ശ്രദ്ധിക്കണം. കൈദഹും ഫീ, കൈദഹും ഫീ, ചുണ്ട് കൂട്ടി തുറക്കണം. കൈദഹും ഫീ. കൈദഹും ഫീ എന്ന് പറഞ്ഞാൽ എന്താവും? മീമ് അവ്യക്തമാവും. അപ്പൊ മീമ് അവ്യക്തമായാൽ ഓത്ത് ശരിയാവുകയില്ല. അപ്പം അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ.
ഫാത്തിഹയിൽ നാം അലൈഹിം വലദ്ദാലീൻ അവിടെ പറഞ്ഞതുപോലെ അവിടെ വാവായിരുന്നു, ഇവിടെ ഫാ. അപ്പൊ ഈ രണ്ട് അക്ഷരങ്ങളും സാക്കിനായ മീമിന്റെ ശേഷം വരികയാണെങ്കിൽ അവിടെ ഇദ്ഹാർ ചെയ്ത് തന്നെ ഉച്ചരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട രണ്ട് അക്ഷരങ്ങളാണ് വാവും ഫാവും. യാസീൻ സൂറത്തിലൊക്കെ അധിക സ്ഥലങ്ങളിലും ഉള്ള അക്ഷരങ്ങളാണ് വാവും ഫാവും എന്ന അക്ഷരം. മീമിന്റെ ശേഷം, സുക്കൂനായ മീമിന്റെ ശേഷം വരുമ്പോൾ അത് വളരെ പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൈദഹും ഫീ തദ്ലീൽ. എല്ലാവരും പറയും കൈദഹും ഫീ, കൈദഹും ഫീ, കൈദഹും ഫീ. അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ. തർമീഹിം ബി, മീമിന് ശേഷം ബാബ് എന്ന അക്ഷരമാണ് വന്നത്. സാക്കിനായ മീമിന് ശേഷം ബാബ് എന്ന അക്ഷരം വന്നാൽ അവിടെ ഇഖ്ഫാ ചെയ്ത് മറിച്ച് ഉച്ചരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സ്ഥലമാണ്. തർമീഹിം ബി, തർമീഹിം ബി, അവിടെയും ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ പറഞ്ഞു സാക്കിനായ നൂനിന്റെയോ തൻവീന്റെയോ ശേഷം 4 അക്ഷരം വന്നു കഴിഞ്ഞാൽ ഇദ്ഗാമും ബിഗുന്ന ചെയ്യണം എന്ന് പറഞ്ഞു. മണിക്കലോട് കൂടി ലയിപ്പിച്ച് ഉച്ചരിക്കണം എന്ന് നാം പറഞ്ഞു. പല ക്ലാസുകളിലും നാം സൂചിപ്പിച്ചു. നൂന്, വാവ്, മീമ്, യാവ് എന്നീ അക്ഷരങ്ങളാണ്. അവിടെ തൻവീന്റെ ശേഷം മീമാണ് വന്നത്. സാക്കിനായ നൂനിന്റെ ശേഷം സീൻ എന്ന അക്ഷരം വന്നാൽ അവിടെ ഇഖ്ഫാ ചെയ്ത് മറിച്ച് ഉച്ചരിക്കേണ്ട സ്ഥലമാണ്. അപ്പോൾ രണ്ട് സ്ഥലത്തും പ്രത്യേകം ശ്രദ്ധിക്കണം. ترميهم بحجارة من سجيل. وذنبوا بحجارة من سجيل. بحجارة من سجيل. وجعلهم كعصف مأكول. كعصف عين ശ്രദ്ധിക്കണം. സ്വാദ് كعصف. كعصف مأكول. തൻവീന്റെ ശേഷം മീം എന്ന അക്ഷരം വന്നതുകൊണ്ട് ഇദ്ഗാമും ചെയ്യണം. كعصف مأكول. അല്ലാഹു സുബ്ഹാനഹു വ തആല തജ്വീദോട് കൂടി ഖുർആൻ പാരായണം ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധരായ മുഅ്മിനീങ്ങളെ, സൂറത്തുൽ ഫീൽ, ആന എന്നാണ് ഫീലിന്റെ അർത്ഥം. മദീനയിൽ അവതരിച്ചതാണ്. 5 ആയത്തുകളാണുള്ളത്. ഇറങ്ങാനുണ്ടായിരുന്ന സാഹചര്യം മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വഹാസിലുഹാ അന്നൻ നജാശിയ മലിക്കൽ ഹബശ വഹുവ ജദ്ദുൻ നജാശി അല്ലദീ ആമന ബിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബശയിലെ രാജാവാണ് നജാശി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശ്വസിച്ച നജാശിയുടെ പിതൃവ്യനാണ്, വല്ലിപ്പയാണ് അദ്ദേഹം. ബഅസ അബ്റഹതു അമീറൻ അലൽ യമനി ഫഅഖാമ ബിഹി സുമ്മ അന്നഹു റഅ الناس يتجهزون أيام الموسم إلى مكة لحج بيت الله فحسد العرب على ذلك.
അദ്ദേഹം യമനിന്റെ ഭരണാധികാരിയായി അബ്രഹത്തിനെ അയക്കുകയാണ്. ജനങ്ങൾ ഹജ്ജിന്റെ സമയത്ത് മക്കയിലേക്ക് ഹജ്ജിന് പോകുന്നത് കണ്ട് അവർക്ക് വലിയ അസൂയയാണ് അറബികളുള്ളത്. സുമ്മ ബന കനീസത്തൻ ബിസ്വൻആഹ ആസിമത്തുൽ യമൻ. അങ്ങനെ പിന്നീട് യമനിന്റെ തലസ്ഥാനമായ സ്വൻആയിൽ ഒരു ചർച്ച് പണിയുകയാണ്. എന്നിട്ട് കതബ ഇലൻ നജാശി ഇന്നി ഖദ് ബനൈതു ലക കനീസതൻ ലം യുബ്ന ലിമലികി മിസ്ലിഹാ വഅസമ അബ്റഹതു അലാ അൻ യസ്രിഫ ഹജ്ജൽ അറബി ഇലൈഹ. അദ്ദേഹം നജാശി രാജാവിന് കത്തെഴുതി അബ്രഹത്ത്, മുമ്പൊരു രാജാവിനും നിർമ്മിച്ചിട്ടില്ലാത്ത ഒരു വലിയ ചർച്ച് ഞാൻ താങ്കൾക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുണ്ട്. അറബികളുടെ ഹജ്ജിനെ ഈ ചർച്ചിലേക്ക് തിരിച്ചുവിടാനും തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നജാശി രാജാവിന് കത്ത്. فسمع به ملك بن كنانة فخرج ليلا فدخل فيها فقعد فيها ولطخ بالعذرة قبلتها. ഈ വിഷയം മാലിക് ബിൻ കിനാന എന്നവർ കേൾക്കുകയാണ്. അദ്ദേഹം ഒരു രാത്രിയിൽ ആ ചർച്ചിൽ മലമൂത്ര വിസർജനം നടത്തി. തന്റെ കാഷ്ടം കൊണ്ട് ചർച്ചിന്റെ മുഖഭാഗം മേച്ചമാക്കുകയും ചെയ്തു. ഫബലഗ ദാലിക അബ്രഹത്തു. ഈ വിവരം അബ്രഹത്തിന്റെ അടുക്കൽ എത്തിച്ചു. ഫഖാല മൻ അജ്തരിഉ അലയ്യ ഫഖീല ലഹു സ്വനഅ ദാലിക റജുലുൻ മിനൽ അറബി മിൻ അഹ്ലി ദാലികൽ ബൈതി ഖദ് സമിഅ ബില്ലദി ഖുൽത. അവൻ പറഞ്ഞു, എന്റെ മേൽ ആരാണ് ഇത് ഇത്ര ധൈര്യം കാണിച്ചത്? അറബികളിൽ നിന്ന് കഅബയുടെ ആളുകളിൽപ്പെട്ട ആൾ തന്നെയാണ് ഇത് ചെയ്തത് എന്ന് പറയപ്പെടുകയാണ്. താങ്കൾ പറഞ്ഞ പ്രകാരം ഇനി എല്ലാവരും മക്കയിൽ നിന്ന് സ്വൻആയിലെ ചർച്ചിലേക്ക് ഹജ്ജ് ചെയ്യാൻ വരട്ടെ, കഅബയിലേക്ക് പോവേണ്ട എന്ന വർത്തമാനം അദ്ദേഹം കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. فحلف أبرهة ليسيرن إلى الكعبة ثم يهدمها. അങ്ങനെ അവന് കഅബയിൽ പോകുമെന്നും കഅബ പൊളിക്കുമെന്നും അദ്ദേഹം സത്യം ചെയ്തു. فكتب إلى النجاشي يخبره بذلك وسأله أن يبعث إليه بفيله وكان فيلا يقال له محمود فبعث به إليه وكان فيلا عظيما لم يرى مثله. നജാഷിയിലേക്ക് ഈ വിവരം അറിയിച്ചുകൊണ്ടും അതിഭീമാകാരിയായ ആനയെ അയച്ചു തരാനും ആവശ്യപ്പെടുകയാണ്. ആ ആനയുടെ പേര് മഹ്മൂദ് എന്നാണ്. അതുപോലത്തെ ഒന്നിനെ മുമ്പ് കണ്ടിട്ടെന്നില്ല, അത്രയും വലിയ ആനയായിരുന്നു എന്ന് സാരം. അങ്ങനെ ആ ആനയെ അബ്രഹത്തിലേക്ക് അയച്ചു കൊടുക്കുകയാണ്. فخرج أبرهة صائرا إلى مكة ومعه 8 أفيال وجند كثير ليهدم الكعبة حجرا حجرا. അബ്രഹത്ത് 8 ആനകളും ധാരാളം സൈന്യവുമായി കഅബ തകർക്കാൻ പുറപ്പെട്ടു. മക്കയുടെ അടുത്തെത്തിയപ്പോൾ കൊള്ളയടിക്കാൻ വേണ്ടി ആളുകളെ അയച്ചു. فلما بلغ قرب مكة أرسل رجالا للنهب فأخذوا الأنعام والأموال وفيها 200 بعير لعبد المطلب. അങ്ങനെ കൊള്ളയടിക്കാൻ വേണ്ടി ആളുകളെ അയക്കുകയും അവർ അബ്ദുൽ മുത്തലിബിന്റെ 200ഓളം ഒട്ടകം ഉൾപ്പെടെ ഒരുപാട് സമ്പത്തും ഒട്ടകങ്ങളും അവർ കൊള്ളയടിച്ചു. فأتى عبد المطلب إلى أبرهة وسأله ليرد بعيره فاستحكره أبرهة. അങ്ങനെ അബ്ദുൽ മുത്തലിബ് അബ്രഹത്തിന്റെ അടുത്ത് വന്ന് തന്റെ ഒട്ടകങ്ങളെ തിരികെ നൽകാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ അബ്രഹത്ത് പറഞ്ഞു, അന ജിഇത ലിഹദ്മിൽ ബൈത്ത് അല്ലദി ഹുവ ദീനുക വദീനു ആബായിക ബിമാ ലം തുകല്ലിമനി ഫീഹി വതുകല്ലിമുനി ഫീ 200 ബഈരിൻ അസ്ബതുഹ. അപ്പോൾ അബ്രഹത്ത് പറഞ്ഞു, ഞാൻ നിന്റെയും നിന്റെ പിതാക്കന്മാരുടെയും കഅബ പൊളിക്കാൻ വന്നതാണ്. അതിന്റെ വിഷയത്തിൽ ചോദിക്കാതെ നീ എന്താണ് നിന്റെ ഒട്ടകത്തെ കുറിച്ച് 200 ഒട്ടകത്തിന്റെ വിഷയത്തിൽ ചോദിക്കുന്നത് എന്ന് അബ്രഹത്ത് ചോദിച്ചു. ഫഖാല അബ്ദുൽ മുത്തലിബ്. അപ്പോൾ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, അന റബ്ബു ഹാദൽ ഇബിലി വലിഹാദൽ ബൈതി റബ്ബുൻ സയംനഉഹു മിൻക ഫഅമറ ബിഇബ്ലിഹി ഫറുദ്ദത് ഇലൈഹി.
അപ്പോൾ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ഞാൻ ഈ ഒട്ടകത്തിന്റെ രക്ഷിതാവാണ്, കഅബക്ക് ഒരു രക്ഷിതാവുണ്ട്, അവൻ നിന്നെ അതിൽ നിന്നും തടയും എന്ന് പറഞ്ഞു. فخرج عبد المطلب وأتى الكعبة وأخذ حلقة الباب وجعل يدعو ثم التفت فإذا هو بطير من نحو اليمن فقال والله إنها لطير غريبة ما هي بنجدية ولا تهامية. അങ്ങനെ അബ്ദുൽ മുത്തലിബിന്റെ ഒട്ടകങ്ങളെ തിരിച്ചു കൊടുക്കാൻ വേണ്ടി അബ്രഹത്ത് കൽപ്പിച്ചു. അബ്ദുൽ മുത്തലിബ് കഅബയുടെ അടുത്തേക്ക് പുറപ്പെട്ടു. കഅബയുടെ അടുത്ത് വന്ന് വാതിലിന്റെ ആ വട്ടക്കണ്ണി പിടിച്ചുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥന കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ യമന്റെ ഭാഗത്ത് നിന്ന് ഒരു തരം പക്ഷികൾ പറന്നു വരുന്നത് കണ്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ലാഹു തന്നെ സത്യം, തീർച്ചയായും ഇത് വളരെ അപൂർവമായി കാണുന്ന പക്ഷികളാണല്ലോ, ഇതൊരിക്കലും തന്നെ നജ്ദിയുമല്ല തിഹാമിയുമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. وكان مع كل طائر حجر في منقاره وحجران في رجليه أكبر من العدسة وأصغر من الحمصة. ഈ ഓരോ പക്ഷികളുടെ കൊക്കിലും ഓരോ കല്ലുകളിൽ 2 കല്ലും ഉണ്ടായിരുന്നു. ഇത് പയറിനേക്കാൾ വലുതും കടലയേക്കാൾ ചെറുതുമായിരുന്നു. وكلما وجه أبرهة فيله إلى جهة الكعبة برك وإذا وجه إلى جهة اليمن هرول. അബ്രഹത്ത് തന്റെ ആനയെ കഅബയുടെ ഭാഗത്തേക്ക് തിരിക്കുമ്പോഴെല്ലാം അത് മുട്ടുകുത്തുകയാണ്. യമനിന്റെ ഭാഗത്തേക്ക് തിരിക്കുമ്പോഴെല്ലാം വളരെ വേഗത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ففي هذه الحالة ألقت الطيور الأحجار واحدا واحدا على رؤوس الجنود فتخرج من دبرهم. അങ്ങനെ ഈ സമയം പക്ഷികൾ ഓരോ കല്ലുകളുമായി സൈന്യത്തിന്റെ ഇടയിലേക്ക് പോവുകയാണ്. ഓരോ സൈന്യത്തിന്റെയും തലയിലേക്ക് ഈ കല്ലുകൾ ഇങ്ങനെ വർഷിപ്പിച്ചു. അതവരുടെ പിൻദ്വാരത്തിൽ കൂടി പുറത്തു വരുന്ന രീതിയിലായി. كذلك أهلك الله هذه الجنود. هذه قصة أصحاب الفيل على وجه الاختصار. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൈന്യത്തെ നശിപ്പിച്ചു. ഇതാണ് ചുരുക്കത്തിൽ അസ്ഹാബുൽ ഫീലിന്റെ ആനക്കലഹ സംഭവത്തിന്റെ ചുരുക്കം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാവാരിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. അലം തറ അലം തഅലം യാ മുഹമ്മദു സല്ലല്ലാഹു അലൈഹി വസല്ലം കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. ആനക്കലഹക്കാരെ കൊണ്ട്, അതായത് മഹ്മൂദും കൂട്ടരും അബ്രഹത്തും സൈന്യവും, അവർ 60,000 പേരുണ്ടായിരുന്നു എന്നാണ് കാണുന്നത്. എങ്ങനെയാണ് താങ്കളുടെ നാഥൻ പ്രവർത്തിച്ചതെന്ന് നബിയെ തങ്ങൾ കണ്ടില്ലേ? അലം തറ, നബിയെ തങ്ങൾ കണ്ടില്ലേ? കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. ആനയുടെ ആളുകളെ കൊണ്ട് തങ്ങളുടെ രക്ഷിതാവ് എന്താണ് ചെയ്തത് എന്ന് നബിയെ തങ്ങൾ കണ്ടില്ലേ, അറിഞ്ഞില്ലയോ? ഉവ മഹ്മൂദുൻ വ അസ്ഹാബഹു അബ്രഹത്തുൻ വ ജയ്ശുഹു വ കാനൂ 60,000. മഹ്മൂദ് എന്ന് പറഞ്ഞ ആനയും കൂട്ടരും അബ്രഹത്തും സൈന്യവും അവർ 60,000 പേരുണ്ടായിരുന്നു. കൈഫ യജഅൽ ഐ ജഅല കൈദഹും ഫീ ഹദ്മിൽ കഅബത്തി ഫീ തദ്ലീൽ ഫീ ഖസാറത്തിൻ വ ഹലാക്കി. കഅബയെ പൊളിക്കുവാനുള്ള അവരുടെ നിഗൂഢ തന്ത്രം അവൻ വെറുതെയാക്കിയില്ലയോ? വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ ജമാഅത്തിൻ ബഅദുഹാ ഇസ്റ ബഅദിൻ. അവരുടെ മേൽ ഒരുതരം പക്ഷികൾ കൂട്ടം കൂട്ടമായി അവൻ അയക്കുകയും ചെയ്തില്ലേ? തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ത്വയ്രിൻ മത്ബൂഖിൻ. ചുട്ട കളിമണ്ണ് കല്ലുകൾ കൊണ്ട് അവ എറിയുന്നു. ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. അങ്ങനെ തിന്നപ്പെട്ട വൈക്കോൽ ചണ്ടി പോലെയായി. കവറക്കി സറഇൻ അകലതുഹു ദവാബു വഅൽഖതുഹു റൗസൻ സുമ്മ യബിസു വതഫഖതത് അഹ്ലകഹുമുല്ലാഹു തആല കുല്ല വാഹിദിൻ ബിഅജരിഹി മക്തൂബൻ അലൈഹി ഇസ്മുഹു.
മഹാനായിരിക്കുന്ന മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നതായി കാണാം. മൃഗങ്ങളെ ഭക്ഷിച്ചതിന് ശേഷം കാഷ്ടമായി വിസർജിച്ച് ഉണങ്ങി ഛിന്നഭിന്നമായതുപോലെ അവരെ അവനാക്കുകയാണ്. അള്ളാഹു അവരെ എല്ലാവരെയും നശിപ്പിച്ചു. ആ കല്ലുകളിൽ അവരുടെ ഓരോരുത്തരുടെയും പേരുകൾ പോലും ഉണ്ടായിരുന്നു. വഅമ്മ അബ്റഹതു ഫബഅസല്ലാഹു അലൈഹി ദാഅൻ ഫീ ജസദിഹി ഫജഅല തതസാഖതു അനാമിലുഹു വഅസാബിഹുഹു വഅഅ്ലാഉഹു വയസീലു മിൻഹു സ്വദീദു വഅൽഖൈഹു വദ്ദമു ഫന്തഹ ഇലാ സുൻആഹ വഹുവ മിസ്ലു ഫറഖിത് തുരീദ്. അങ്ങനെ അബ്രഹത്തിന് അല്ലാഹു തആല ഒരു പരീക്ഷണം, അവന്റെ ശരീരത്തിൽ ഒരു രോഗത്തിന് നൽകുകയാണ്. അങ്ങനെ അവന്റെ നഖങ്ങളും വിരലുകളും അവയവങ്ങളും ഉതിർന്നിരിയാൻ തുടങ്ങി. അതിൽ നിന്ന് രക്തവും ചലവും ചീഞ്ചലവും ഒലിക്കുകയും ചെയ്തു. അങ്ങനെ അവൻ ഒരു പക്ഷിക്കുഞ്ഞിനെ പോലെ സ്വനആയിലേക്ക് പോയി. وما مات حتى انشق قلبه ثم هلك وهلكت الفيلة كلها إلا كبيرها وهو محمود. وكانت هذه الواقعة قبل ميلاد النبي صلى الله عليه وسلم ب50 يوما. അങ്ങനെ അവൻ ഒരു പക്ഷിക്കുഞ്ഞിനെ പോലെ സ്വനആയിലേക്ക് പോയി. എന്നിട്ടും അവൻ മരിച്ചില്ല. അവസാനം ഹൃദയം പൊട്ടി മരിക്കുകയാണ് ചെയ്തത്. മഹ്മൂദ് എന്ന പേരുള്ള ആനയല്ലാത്ത ബാക്കി എല്ലാ ആനകളും നശിച്ചു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 50 ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഈ സംഭവം നടന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനും കാര്യങ്ങൾ പഠിക്കുവാനും അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം കൂടിയതും പിരിയുന്നതുമൊക്കെ അല്ലാഹുവിന്റെ ദുആയിലാക്കി തരുമാറാകട്ടെ. നാം ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. സ്വല്ലു അലൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ വ ആലി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه